കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുപ്പതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ചില വിചിത്രമായ സംഭവങ്ങൾക്കു പിന്നിലെ സത്യം ഇപ്പോഴും ചുരുളറിയാതെ കിടക്കുന്നു. ഭക്തർക്കോ ഇവിടത്തെ പൂജാരിമാർക്കോ ഒന്നും അത് കണ്ടുപിടിക്കാനായിട്ടില്ല. കേരളത്തിൽ നിന്നടക്കം നിരവധി ഭക്തർ എത്തിച്ചേരുന്ന ആന്ധ്രാപ്രദേശിലെ ക്ഷേത്രമാണ് തിരുപ്പതിയിലെ തിരുമല വെങ്കടേശ്വര ക്ഷേത്രം. മഹാവിഷ്ണുവിന്റെ മറ്റൊരു രൂപമായ ശ്രീ വെങ്കടേശ്വരനാണ് ഇവിടത്തെ ആരാധനാമൂർത്തി. ഇന്ത്യയിൽ ഏറ്റവും വരുമാനമുള്ള തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് രാജ്യത്തെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തരാണ് ദർശനത്തിനായി എത്താറുള്ളത്. ക്ഷേത്രത്തിലെ ആചാരങ്ങളെക്കുറിച്ചും ചരിത്രങ്ങളെക്കുറിച്ചൊക്കെ പലവിധ കഥകളും കേട്ടിട്ടുണ്ടാകാം. എന്നാൽ ഇവിടെ ചുരുളഴിയാതെ കിടക്കുന്ന പല രഹസ്യങ്ങളുമുണ്ട്. ആ രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തിരുപ്പതി ബാലാജി ക്ഷേത്രത്തിൽ പൂജയ്ക്കായി ഉപയോഗിക്കുന്ന പൂക്കളടക്കമുള്ള പൂജാദ്രവ്യങ്ങൾ എത്തിക്കുന്നത് തിരുപ്പതിയിൽ നിന്ന് 22 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ്. എന്നാൽ ഈ ഗ്രാമം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഇതുവരെ അത് ക്ഷേത്ര അധികാരികൾ പുറത്തുവിട്ടിട്ടുമില്ല. പുറത്തു നിന്നൊരാൾ ആ ഗ്രാമത്തിൽ ഇതുവരെ എത്തിപ്പെട്ടിട്ടുമില്ല. പൂക്കൾ, നെയ്, പാൽ, തൈര്, ഇലകൾ എന്നിവയാണ് പേരറിയാത്ത ആ ഗ്രാമത്തിൽ നിന്ന് തിരുപ്പതിയിലെത്തുന്നത്. ശ്രീകോവിലിന്റെ വലത്തേ അറ്റത്താണ് പ്രതിഷ്ഠ. മധ്യഭാഗത്ത് നിൽക്കുന്നതായി ദർശനത്തിൽ തോന്നും. ബാലാജിയുടെ പ്രതിഷ്ഠയിൽ കാണുന്ന തലമുടി ശരിക്കുമുള്ള തലമുടി എന്നാണ് വിശ്വാസം. അതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഭൂമിയിൽ വെച്ച് ബാലാജിക്ക് ഒരു അത്യാഹിതം സംഭവിക്കുകയും ആ സംഭവത്തിൽ ഭഗവാന്റെ തലമുടിയുടെ കുറച്ചു ഭാഗം നഷ്ടപ്പെടുകയും ചെയ്തു. ഇത് ശ്രദ്ധയിൽപ്പെട്ട നീലദേവി എന്ന രാജകുമാരി തന്റെ തലമുടിയുടെ കുറച്ചു ഭാഗം മുറിച്ച് ഭഗവാന് സമർപ്പിച്ചു. ബാലാജി ഇത് സ്വീകരിക്കുകയും ചെയ്തു. ഈ ഐതിഹ്യത്തിന്റെ ചുവടുപിടിച്ചാണ് ഇപ്പോഴും തിരുപ്പതിയിൽ വിശ്വാസികൾ തലമുണ്ടനം ചെയ്യുന്നത്. തങ്ങളുടെ ആഗ്രഹങ്ങൾ ഇതിലൂടെ ഭഗവാൻ സാധിച്ചു കൊടുക്കുമെന്നാണ് വിശ്വാസം. വിഗ്രഹം ഇരിക്കുന്നതിന് പിന്നിലെ ചുവരിൽ ചെവി വെച്ചാൽ കടൽ തിരമാലയുടെ ശബ്ദം കേൾക്കാനാകുമെന്നാണ് മറ്റൊരു വിശ്വാസം. ശക്തിയായി ആഞ്ഞടിക്കുന്ന തിരമാലകളുടെ ശബ്ദമാണ് കേൾക്കുന്നതത്രേ. എന്നാൽ ഇതിനു പിന്നിലെ രഹസ്യം ആർക്കും അറിയില്ല. തിരുപ്പതി വെങ്കടേശ്വരന്റെ പ്രതിഷ്ഠയ്ക്ക് മുന്നിലുള്ള മൺചിരാത് ഒരിക്കലും കെടാറില്ല. ഈ വിളക്ക് ആരാണ് തെളിയിച്ചതെന്നോ എപ്പോഴാണ് തെളിയിച്ചതെന്നോ ആർക്കും നിശ്ചയമില്ല. എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന ഒന്നാണിത്. രാവിലെ നടക്കുന്ന വിഗ്രഹത്തിന്റെ പുറത്തെഴുന്നള്ളിപ്പിൽ വിഗ്രഹത്തിന് നേരെ പൂക്കൾ എറിയാറില്ല. ഇതിനു പകരം സമീപത്ത് സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടത്തിലേക്കായിരിക്കും പൂക്കൾ എറിയുക. ഈ പൂക്കൾ അവിടെ നിന്ന് 20 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഏർപ്പാട് എന്ന സ്ഥലത്ത് ഒഴുകിയെത്തുന്നു എന്നും പറയപ്പെടുന്നു. തിരുപ്പതിയിലെ വെങ്കടേശ്വരന്റെ വിഗ്രഹത്തിന് പിന്നിൽ എപ്പോഴും നനവാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് ആർക്കും അറിയില്ല. വെള്ളം തുടച്ചു മാറ്റാൻ ഇതിനായി പ്രത്യേകം ആൾക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ വിഗ്രഹത്തിന് കേടുപാടുകൾ ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നതാണ് വിചിത്രമായ മറ്റൊരു സംഭവം. കർപ്പൂരം ഏത് കല്ലിൽ പുരട്ടിയാലും കല്ലിൽ വിള്ളലുകൾ വരുമെന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ വിഗ്രഹത്തിൽ അത്തരത്തിൽ പൊട്ടലുകളോ വിള്ളലുകളോ ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതിന് പിന്നിലെ രഹസ്യം എന്താണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. കർപ്പൂരവും ഭസ്മവുമൊക്കെ വർഷങ്ങളായി പൂശുന്നുണ്ടെങ്കിലും യാതൊരുവിധ കേടുപാടുകളും വിഗ്രഹത്തിന് സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞില്ല, വിഗ്രഹത്തിന്റെ അത്ഭുതം ഇനിയുമുണ്ട്. തിരുപ്പതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് താരതമ്യേന കുറഞ്ഞ താപനിലയാണെങ്കിലും വിഗ്രഹത്തിന് എപ്പോഴും ചൂടുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. 110 ഡിഗ്രി ഫാരൻഹീറ്റ് ചൂടാണ് വിഗ്രഹത്തിന് എപ്പോഴും ഉള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മലയോര പ്രദേശം കൂടിയാണ് ഇത്. എല്ലാ ദിവസവും രാവിലെ നടക്കാറുള്ള അഭിഷേകം കഴിയുമ്പോൾ വിഗ്രഹത്തിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റിറ്റ് വീഴാറുണ്ടെന്ന് പൂജാരിമാർ പറയുന്നു. ഭഗവാന്റെ വിയർപ്പ് തുള്ളികളാണ് ഇത് എന്നാണ് വിശ്വാസം. ഈ വെള്ളം തുണി ഉപയോഗിച്ച് ഇവർ തുടച്ചു മാറ്റാറുണ്ട്. വ്യാഴാഴ്ച ദിവസങ്ങളിലെ അഭിഷേക വേളയിൽ വിഗ്രഹത്തിന് പുറത്ത് ചാർത്തിയിരിക്കുന്ന തിരുവാഭരണങ്ങൾ മാറ്റുമ്പോൾ ആഭരണങ്ങളിൽ ചൂട് അനുഭവപ്പെടാറുണ്ടെന്നും പൂജാരിമാർ പറയുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.